Good morning, my dear students. In this video, we are discussing about different types of protocols are used in message access agent. അതായത് നമ്മൾ എന്തായിരുന്നു ഇമെയിലിൻ്റെ 3 കമ്പോണൻസിനെ കണ്ടായിരുന്നു. യൂസർ ഏജൻറ്റും മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റും അതുപോലെ മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP എന്ന് പറയുന്നത്. ഇനി മെസ്സേജ് ആക്സസ് ഏജൻറ്റിൽ നമ്മൾ 2 പ്രോട്ടോക്കോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. POP3 പ്രോട്ടോക്കോളും അതുപോലെ തന്നെ IMAP പ്രോട്ടോക്കോളും. POP3 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3യും ദെൻ ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ IMAP വേർഷൻ 4മാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് POP വേർഷൻ 3 പ്രോട്ടോക്കോൾ എന്ന് നമുക്ക് നോക്കാം. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3 ഓൾസോ കോൾഡ് POP3 is simple and has limited functionality. The customer or client POP3 software is initially installed on the PC, that is a receiver. The host server POP3 software is further set up within the mail server. POP3 basically is made of both the software, that is client POP3 plus the server POP3. അപ്പോൾ നമ്മൾ ഈ POP3 പ്രോട്ടോകോൾസ് യൂസ് ചെയ്യണമെങ്കിൽ ക്ലയൻറ്റിൽ, അതായത് കസ്റ്റമർ ആരാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടാണ് റെസിപ്പിയൻറ്റും സെൻഡറും എന്നൊക്കെ അല്ലേ. അപ്പോൾ ഈ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് നമ്മൾ മെയിൽ സെർവറിലാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആ ഒരു എന്താണ് ക്ലയൻറ്റിൻ്റെ സിസ്റ്റത്തിലും POP3 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെയിൽ സെർവറിലും ഈ POP3 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇനി ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എന്തൊക്കെ സ്റ്റെപ്സാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. മെയിൽ ആക്സസ് ഫസ്റ്റ് ബിഗിൻ വിത്ത് ദി ക്ലയൻറ്റ് വെൻ ദി ഇൻഡിവിജ്വൽ യൂസർ ഈസ് റിക്വയർഡ് ടു ഡൗൺലോഡ് ആൻഡ് ഇമെയിൽ ഫ്രം ദി മെയിൽ ബോക്സ് പ്രസൻറ്റ് ഇൻ ദി മെയിൽ സെർവർ. അപ്പോൾ നമ്മളൊരു സെൻഡർ ഒരു മെസ്സേജ് പർട്ടിക്കുലർ റെസിപ്പിയൻറ്റിന് സെൻഡ് ചെയ്തു. റെസിപ്പിയൻറ്റിൽ എത്തിക്കഴിഞ്ഞ ശേഷം ആ റെസിപ്പിയൻറ്റിന് ആ ഒരു യൂസറെ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ സെർവറിൽ നിന്നും അയാൾക്ക് വന്നിരിക്കുന്ന മെയിൽസുകളൊക്കെ അവിടെ കാണണം അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ബിഗിൻ വിത്ത് ദി ക്ലയൻറ്റ് വെൻ ദി ഇൻഡിവിജ്വൽ യൂസർ ഓർ ക്ലയൻറ്റ് ഈസ് റിക്വയർഡ് ടു ഡൗൺലോഡ് ആൻഡ് ഇമെയിൽ ഫ്രം ദി മെയിൽ ബോക്സ് പ്രസൻറ്റ് ഇൻ ദി മെയിൽ സെർവർ. ഇൻ ദിസ് കേസ് ദി സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആസ് പെർ ദി ഫോളോയിങ് മാനർ. ദി ക്ലയൻറ്റ് ഓർ യൂസർ എക്സ്റ്റാബ്ലിഷ് എ ലിങ്ക് യൂസിങ് ദി ഹോസ്റ്റ് സെർവർ ഓൺ ദി TCP സ്ലോട്ട് 110. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലയൻറ്റ് യൂസർ ഒരു ലിങ്ക്, ഇത് ഈ ക്ലയൻറ്റ് യൂസർ ഒരു ലിങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യും. അതായത് നമ്മുടെ TCP IP പ്രോട്ടോക്കോളിലുള്ള സ്ലോട്ടിലുള്ള 110 എന്ന് പറയുന്ന സ്ലോട്ടുമായിട്ട് ഒരു ലിങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ യൂസിങ് ദി ഹോസ്റ്റ് സെർവർ ഓൺ ദി TCP സ്ലോട്ട് 110. ഇങ്ങനെ എക്സ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഹോസ്റ്റ് സെർവറുമായിട്ട് ഒരു ലിങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചേക്കുവാണ്. ദെൻ ദി ക്ലയൻറ്റ് വിൽ സെൻഡ് ഇറ്റ്സ് യൂസർ നെയിം ആൻഡ് ദി പാസ്വേഡ് ടു ദി സെർവർ ഇൻ ഓർഡർ ടു ആക്സസ് ദി മെയിൽ ബോക്സ്. അപ്പോൾ ഇത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ജിമെയിലിലേക്ക് നമുക്ക് കയറണമെങ്കിൽ നമ്മൾ ആദ്യമേ സെർച്ച് ചെയ്യുന്നത് എന്താണ്, www.gmail.com. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ക്ലയൻറ്റിൻ്റെ സിസ്റ്റത്തിൽ നിന്നും www.gmail.com എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ ഹോസ്റ്റ് സെർവറുമായിട്ട് ക്ലയൻറ്റിൻ്റെ സിസ്റ്റവും ഹോസ്റ്റ് സെർവറുമായിട്ട് ഒരു ലിങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്, ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. TCP IP പ്രോട്ടോക്കോളിൽ ഉള്ള സ്ലോട്ട് 110 വഴി ഒരു ലിങ്ക് അവിടെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ www.gmail.com എന്ന് കൊടുക്കുമ്പം അവിടെ ഒരു ഹോസ്റ്റ് സെർവറുമായിട്ട് ലിങ്ക് എക്സ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് എന്താ ചെയ്യുക, ക്ലയൻറ്റ് യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുകയാണ് അല്ലേ. ആഫ്റ്റർ സക്സസ്ഫുൾ ഒതൻറ്റിക്കേഷൻ ഇത് യൂസർ ക്യാൻ നൗ ഏബിൾ ടു ആക്സസ് ദി മെയിൽ ബോക്സ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ ആ ഒരു യൂസറിന് സക്സസ്ഫുള്ളായിട്ട് ആ ഒരു അയാളുടെ മെയിലിലേക്ക് കയറുകയാണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ലിസ്റ്റ് ഓഫ് മെയിൽസ് നമുക്ക് വന്നിട്ടുള്ള മെയിൽസുകളെല്ലാം അവിടെ കാണാൻ പറ്റും. ദി യൂസർ ക്യാൻ ദെൻ ഫൈനലി ലിസ്റ്റ് ആൻഡ് റിക്കവർ ദി റെസ്പെക്റ്റീവ് മെയിൽ മെസ്സേജ് ഈച്ച് അറ്റ് എ ടൈം. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് യൂസറിന് അയാളുടെ മെയിൽ ബോക്സിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ POP3 വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് POP3 പ്രോട്ടോക്കോൾ വെച്ച് അയാൾക്ക് സാധിക്കുന്നു. ഇനി ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോളിനും ഈ POP3 പ്രോട്ടോക്കോളും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ POP3 കമ്പയർ ടു ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ IMAP പ്രോട്ടോക്കോൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ POP3ക്ക് ഉള്ളത്.
എന്താണെന്ന് വെച്ചാൽ അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അനദർ മെയിൽ ആക്സസ് പ്രോട്ടോകോൾ ഈസ് ദി ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോൾ. പുൾ പ്രോട്ടോകോൾ എന്നും ഇതിനെ പറയാറുണ്ട്. ഇത് വേർഷൻ 4 ആണ്. IMAP 4 ഈസ് വെരി സിമിലർ ടു POP3 ബട്ട് ഇറ്റ് നോർമലി ഹാസ് മെനി മോർ ഫീച്ചേഴ്സ്. IMAP 4 ഈസ് മച്ച് മോർ പവർഫുൾ ആൻഡ് ബിറ്റ് മോർ കോംപ്ലക്സ്. ദിസ് ഈസ് ഐഡിയൽ ഫോർ യൂസേഴ്സ് ഹാവിംഗ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് സച്ച് എസ് ലാപ്ടോപ്പ് ഇൻ ദി ഓഫീസ്, PCs അറ്റ് ഹോം എക്സെട്ര. അപ്പം ഒരുപാട് കമ്പ്യൂട്ടേഴ്സ്, അതായത് ലാപ്ടോപ്പോ ഓഫീസിലുള്ള യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സുകളാകാം, അല്ലെങ്കിൽ PCs എല്ലാം, ഇതിലെല്ലാം ഈ ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോകോൾസ് സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. എ യൂസർ ക്യാൻ ഫൈനലി ലുക്ക് ഫോർ ദി ഇമെയിൽ ഹെഡർ ahead downloading the message. IMAP basically create a center repository that can be further accessed from any machine. Thus, it does not copy email to the user personal machine. A user may able to partially download any email. This is especially of good use in the event that bandwidth is very limited, plus the email particularly contains multimedia with very high bandwidth needs. ഇതിൽ ഈ IMAP 4 പ്രോട്ടോകോൾസ് POP3 പോലെ തന്നെയാണ്. നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ TCPയിലുള്ള 110 സ്ലോട്ട് വെച്ച് ഒരു കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ദെൻ യൂസർ സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ചെയ്തു. ഒതൻറ്റിക്കേഷന് സക്സസ് ആയിട്ടുള്ള, അതായത് യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ അയാളുടെ മെയിൽ ബോക്സ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ IMAP 4 പ്രോട്ടോകോൾസ് യൂസ് വെച്ച് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ദി യൂസർ ടു ക്രിയേറ്റ്, റീനെയിം ഓർ ഡിലീറ്റ് മെയിൽ ബോക്സ് ഓൺ ദി മെയിൽ സെർവർ. ഇത് വെച്ച് ഈ മെയിൽ സെർവറിൽ നിന്നും മെയിൽ ബോക്സിലുള്ള യൂസേഴ്സിനെ മെയിൽ ബോക്സസ് എവിടെയാണത് കാണുക? നമ്മുടെ മെയിൽ സെർവറിൽ അല്ലേ. അതിൽ നിന്ന് നമുക്ക് വരുന്ന മെസ്സേജുകൾസ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ അതിനെ പുതിയൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ റീനെയിം ചെയ്യാം. തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ IMAP 4 പ്രോട്ടോകോൾസ് യൂസ്ഫുൾ ആണ്. യൂസർ ക്യാൻ ഏബിൾ ടു സെർച്ച് ദി റിക്വയർഡ് കണ്ടൻറ്റ് ഓഫ് ദി ഇമെയിൽ ബിഫോർ ഡൗൺലോഡിങ്. ഇപ്പം നമ്മൾ സെർച്ച് ഓപ്ഷൻ നമുക്കറിയാം, മെയിലിൽ കയറി കഴിയുമ്പോൾ അവിടെയുണ്ട്. നമ്മളിപ്പോൾ അവിടെ ഒരു സെർച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ കോളേജിലേക്ക് അയച്ചിട്ടുള്ള മെയിലുകളുടെ ലിസ്റ്റ് എനിക്ക് കാണാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കോളേജിൻ്റെ മെയിൽ ID ജസ്റ്റ് ഒന്ന് ഹാഫ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ താഴെ ഡ്രോപ്പ് ഡൗണിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഞാൻ സെൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ കറസ്പോണ്ടിങ് മെയിൽ IDs അവിടെ കാണാൻ പറ്റും, കോളേജിൻ്റെ മെയിൽ ID. ദെൻ അതിൽ നിന്നും ഞാൻ എൻ്റെ പർട്ടിക്കുലർ കോളേജിൻ്റെ മെയിൽ ID സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്തതും അവിടെ നിന്നും തിരിച്ച് എനിക്ക് വന്നിട്ടുള്ളതുമായിട്ടുള്ള മെയിൽസുകളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. എ യൂസർ ക്യാൻ ഓൾസോ ഏബിൾ ടു ക്രിയേറ്റ് സീക്വൻഷ്യൽ ഹയറാർക്കി ഓഫ് ദി മെയിൽ ബോക്സസ് ഇൻ എനി ഫോൾഡർ ഫോർ എ മെയിൽ സ്റ്റോറേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മെയിലുകൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫോൾഡറിൻ്റെ കീഴിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കുണ്ട്. ഇപ്പം എൻ്റെ ഡേറ്റാസ്, എൻ്റെ ബയോഡേറ്റ, എൻ്റെ ഫോട്ടോസ്, ഇമേജസ്, സിഗ്നേച്ചർ, ഇതൊക്കെ എനിക്ക് ഒരു ഫോൾഡറിൻ്റെ കീഴിൽ കീപ്പ് ചെയ്യാനും നമുക്ക് നമ്മുടെ മെയിലിൽ കയറിയാൽ അങ്ങനെ ഈ IMAP 4 പ്രോട്ടോകോൾസ് വഴി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. യൂസർ ക്യാൻ ഏബിൾ ടു പാർഷ്യലി ഡൗൺലോഡ് ദി ഇമെയിൽസ്. അപ്പോൾ ഇമെയിൽസ് പാർഷ്യലി, ഇപ്പോൾ ഫുള്ളായിട്ട് ഡൗൺലോഡ് ചെയ്യാതെ പാർഷ്യലി ഇമെയിൽ ഡൗൺലോഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇമെയിലിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ 5 മൊഡ്യൂൾസിൻ്റെ നോട്ടുകൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്കതിൽ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ നോട്ട്സ് ഒന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് 5th മൊഡ്യൂളിൻ്റെ നോട്ട് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഡൗൺലോഡിങ് ഓപ്ഷനിൽ പർട്ടിക്കുലർ ഡോക്യുമെൻറ്റ്സ് മാത്രം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫുൾ ഡൗൺലോഡ് ചെയ്യണമെന്നും നിർബന്ധമില്ല. അതാണ് പാർഷ്യലി ഡൗൺലോഡ് ദി ഇമെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ ആയിട്ട് POP3 വെച്ച് നോക്കുമ്പോൾ IMAP 4 വരുന്ന അഡീഷണൽ ഫീച്ചേഴ്സുകൾ ആണ്. താങ്ക് യു.